ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഉസ്ബെക്ക് പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിപ്പോൾ മൊത്തം 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കി പകുതിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് ഏകദേശം ഒരു 1.5 സവാള ഉണ്ടായിരിക്കും. നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ഒണിയനൊക്കെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഉള്ളി കരിഞ്ഞ് പോകാൻ നോക്കണം. ഇനി നമ്മളിപ്പോൾ എടുക്കുന്നത് മട്ടനാണ്. ഒരു 1/2 കിലോ മട്ടൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു പാകത്തിൽ. എന്നിട്ട് ഇത് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മട്ടനൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മട്ടൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിന് പകരം മട്ടന് പകരം വേണമെങ്കിൽ ബീഫ് വെച്ചും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മട്ടൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരട്ടെ. ഇപ്പോൾ ഇത് മട്ടൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ബാക്കി പകുതി സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1.5 സവാള ഉണ്ടായിരിക്കും. ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ആ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുലാവാണിത്. നിങ്ങൾക്ക് ഇതിന് പകരം മട്ടന് പകരം വേണമെങ്കിൽ ബീഫ് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കിസ്മിസ്, കറുത്ത മുന്തിരി, ഉണക്കമുന്തിരി അതും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് ഒന്ന് നീളത്തിലായതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ട് ഒരെണ്ണം എടുത്തത്. മീഡിയം സൈസിലുള്ള ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് ഒരുപാട് എരിവുള്ളൊരു ഡിഷല്ല. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ബേ ലീഫ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കായിട്ട് വരുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ മൊത്തം അതിലേക്ക് ഇറങ്ങിക്കോളും. ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ മട്ടൺ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. 2-3 വിസിൽ വരുന്നത് വരെ മാത്രം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നല്ല ചൂടുള്ള 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ വരുന്നത് വരെ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വെന്തുടയരുത്. കാരണം നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഈ മട്ടൺ ഒന്ന് കുക്കായിട്ട് വരും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഒരു 2 വിസിൽ വരുന്നത് വരെ നോക്കാം. ഇപ്പോൾ അത് 2 വിസിൽ വന്നതിന് ശേഷം നല്ലപോലെ പ്രഷർ പോയപ്പോൾ ഒന്ന് തുറന്ന് നോക്കുകയാണ്. മട്ടനൊക്കെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഈ ഒരു പാകം കിട്ടിയാൽ മതി. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് നല്ലപോലെ കുറച്ച് ഫ്രണ്ടിൽ നിൽക്കണം. ഈ ഒരു ഭാഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വേണം നമുക്ക് തോന്നാനായിട്ട്. ഒരുപാട് ഉപ്പ് ഉണ്ടാവണം എന്നല്ല, എന്നാലും ഒരു ഇത്തിരി ഉപ്പ് ഫ്രണ്ടിൽ നിൽക്കണം. ഇനി ഞാനിപ്പോൾ ഒരു 3 കപ്പ് സെല്ല റൈസ് നല്ലപോലെ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ളതാണിത്. അത് നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഈ അരി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. അരി ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടുള്ള വെള്ളം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുത്തത്. പക്ഷേ ഒരു 1/2 കപ്പോളം വെള്ളം അതിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ 3 കപ്പ് അരിക്കിപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം. നല്ല ഫ്ലെയിമിൽ തന്നെ ഇടണം. ഇപ്പോൾ അതേ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് അതിനുശേഷം പ്രഷറൊക്കെ നല്ല പോലെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല പോലെ കുക്കായിട്ടുണ്ട്. പതുക്കെ ഫോർക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ചെയ്യുന്നത് നല്ലത്, അല്ലെങ്കിൽ അരിയൊക്കെ പൊട്ടിപ്പോവും. ഫോർക്ക് വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തിലേക്കെങ്കിലും ഒന്ന് തട്ടിക്കൊടുക്കാം.
അതേ ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ അടിയിലായിരുന്നു, അപ്പോൾ മസാല റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.